20 വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് എയർപോർട്ടിൽ വെച്ച് ഒരാൾ എന്റെ തോളത്ത് തട്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ മുണ്ടുടുക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്, ആ കരയൊക്കെ വൃത്തിയായിട്ട് കാണാം, ഇതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ എന്റെ മുണ്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരൂ, എന്റെ പേര് നാഗരാജൻ എന്നാണ്, ഞാൻ രാംരാജ് മുണ്ടിന്റെ ഓണറാണ്, വരുമോന്ന് ചോദിച്ചു. പിന്നെന്താ, വരാല്ലോ. അങ്ങനെയാണ് കേരള ഗവൺമെന്റ് എന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട്, അതൊക്കെ എനിക്ക് പ്രൗഡായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ പശുക്കൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് കേരള സർക്കാരിന്റെ ഉൽപ്പന്നമായിട്ടുള്ള കേരള ഫീഡ്സ്. അതിന്റെ 6-7 വർഷമായിട്ടുള്ള ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ. അതും കേരള ഗവൺമെന്റ് എന്നെ സിനിമാ നടന്നുള്ള രീതിയിൽ വിളിച്ചു തന്നതല്ല. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അന്നത്തെ MD ആയിരുന്ന ശ്രീകുമാർ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു, കേരള ഫീഡ്സ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ക്ഷീര കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാലുണ്ടാക്കാന്ന് മാത്രമല്ല, കൃത്യമായിട്ട് പശുവിന് ചെന പിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഒരു വിജയം. ഇവിടെ ക്ഷീര കർഷകരുണ്ടെങ്കിൽ മനസ്സിലാവും. 2 മാസം അല്ലെങ്കിൽ 3ാമത്തെ ഹീറ്റിൽ പശു ചെന പിടിച്ചിരിക്കണം, എങ്കിൽ മാത്രമാണ് അയാൾക്ക് റൊട്ടേഷൻ കറക്റ്റ് ആവുള്ളൂ. ഈ കേരള ഫീഡ്സ് കൊടുക്കുന്നതുകൊണ്ട് എന്റെ പശുക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. കൃത്യം 2ാമത്തെ ഹീറ്റിൽ അല്ലെങ്കിൽ 3ാമത്തെ ഹീറ്റിൽ അത് ചെന പിടിക്കുന്നു, കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം.